ഹലോ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമുക്കിങ്ങനെ നല്ല കണ്ണൂർ സ്റ്റൈൽ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ഏലക്കായ്, 4-5 ഗ്രാമ്പു, 2 പട്ട. അപ്പോൾ അതിനായിട്ട് ഇവിടെ 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 3 ഉള്ളി നന്നായിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. കാരണം ഞാനിവിടെ പ്രഷർ കുക്കറിലല്ല മട്ടൻ വേവിക്കുന്നത്, ജസ്റ്റ് അടച്ച് വെച്ചിട്ടാണ്. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ മട്ടൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നത് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം കുക്കറിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അത് നോർമലായിട്ട് കട്ട് ചെയ്താൽ പ്രശ്നമില്ല. അപ്പം നമ്മളിങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് ഉള്ളിനെ സ്ലൈസ് ചെയ്യണം തിന്നായിട്ട്. ജസ്റ്റ് ഒന്ന് ഉള്ളി വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ പച്ചമുളക് പേസ്റ്റും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ അല്ലി വെളുത്തുള്ളി അവിടെ 5-8 എടുത്തിട്ടുണ്ട്. അതും ഒരു ഇഞ്ചി നീളമുള്ള ഇഞ്ചിയും 8 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 2 തക്കാളി എടുക്കാം. ഇവിടെ ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ മട്ടനാണ്, ഒന്നിൽ കുറച്ചധികം മട്ടൺ ഉണ്ട്, ഒരു 1 കിലോ 200 ഗ്രാം അങ്ങനെയൊക്കെ ഉണ്ട്. ആ മട്ടനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മട്ടനൊക്കെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഉള്ളി മസാലയും മട്ടനും ഒക്കെ നന്നായിട്ട് മിക്സായി വരണം. ഓക്കെ, അപ്പം മട്ടൻ എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇല്ലെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടനും ഇതൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും ഇതിന് വേണ്ടുന്ന ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ പൊടികളുടെ ആവശ്യമൊന്നുമില്ല, ഈ ഗരം മസാല പൗഡർ മാത്രം മതി, അതിന് തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മട്ടൻ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് മട്ടൻ വേവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു 45 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്തെടുക്കാം. പക്ഷെ അങ്ങനെ ഇല്ല, മട്ടൻ്റെ വെള്ളമൊക്കെ തന്നെ അതിലേക്ക് ഇറങ്ങും. അപ്പം നന്നായിട്ട് ഇടയ്ക്കത് തുറന്നിട്ട് നോക്കിയിട്ട് നമ്മൾ മിക്സൊക്കെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയനും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 10 മിനിറ്റ്സും കൂടി തടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഗീ മെൽട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 പട്ട, 3 ഏലക്കായ്, 5-6 ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ബേ ലീവ്സ് ഉള്ളതുകൊണ്ട് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മളിവിടെ റൈസ് വറുത്തിട്ടാണ് വെക്കുന്നത്. മലബാർ സൈഡിലും അങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ണൂരിലൊക്കെ കൂടുതലും റൈസ് വറുത്തിട്ടാണ് ബിരിയാണിൻ്റെ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഒരു 15
മിനിറ്റ് നമ്മൾ നന്നായിട്ട് റൈസ് ഒന്ന് വറുത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ റൈസ് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൂട് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2.5 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അരി എടുക്കുമ്പം കൈമാ ഗോൾഡ് അരി തന്നെ എടുക്കാൻ നോക്കുക. ഇനി നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് റൈസിന് ആവശ്യമായ ഉപ്പും കൂടി, ഉപ്പ് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ കുറച്ചധികം തോന്നണം, ആ രീതിയിലാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് സിമ്മിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ്സ് ആണ് കുക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ്സ് 6 മിനിറ്റ്സ് ആയിക്കണം നമുക്ക് ജസ്റ്റ് ഒന്ന് റൈസ് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ തിരിച്ച് തയ്ക്കണം. നമുക്ക് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി റെഡി ആയ പാടെ തന്നെ ഫസ്റ്റ് നമ്മൾ ആ മുകളിലത്തെ റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ താഴെ വരുന്ന ബാലൻസ് റൈസും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ച റൈസില്ലേ, അതിന്ന് കുറച്ച് റൈസ് എടുത്തിട്ട് നമുക്ക് താഴെ ഇട്ട് കൊടുക്കാം. ഇത് മസാല അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദമ്മ് ചെയ്യുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് നമ്മൾക്ക് നമ്മളുടെ മസാല കംപ്ലീറ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഫ്രൈഡ് ഓണിയൻസ് ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഫസ്റ്റ് എടുത്ത റൈസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കുറച്ച് ലെയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ച് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അത് നല്ലൊരു സ്മെല്ലും ഫ്ലേവറും തരും. പിന്നെ കുറച്ച് ഗരം മസാലയും വീണ്ടും ഫ്രൈഡ് ഓണിയൻസും പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വരുന്ന കംപ്ലീറ്റ് റൈസ് മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ കുങ്കുമപ്പൂ ഉള്ളതുകൊണ്ട് പാലിൽ ഇട്ടിട്ട് ഞാൻ അതും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മതി. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും പിന്നെ ഫ്രൈഡ് ഓണിയനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ഞാൻ കാഷ്യൂനട്ടും കൂടി വറുത്തിട്ടുണ്ട്, അതും കൂടി മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതും ഓപ്ഷനിലാണ്, നമ്മൾ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി നമുക്കിത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് കവർ ചെയ്തിട്ട് വേണം ദം ചെയ്യാൻ. അതില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് മൂടി വെച്ചിട്ട് തന്നെ അടച്ചിട്ട് അങ്ങനെ ദം ചെയ്യാം. അത് ഫോയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ദം ചെയ്യുക. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഇത് തുറന്നാൽ മതി. അപ്പോൾ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻസിൽ വന്നിട്ട് പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്